ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യം. വീണ്ടും ഞാൻ പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വചനം നമ്മെ പഠിപ്പിക്കുന്നത് 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ദൈവം നിറവേറ്റിത്തരുമെന്നാണ്. കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ മാതാപിതാക്കൾ ഒന്നിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിത്തരും. സ്നേഹമുള്ളവരെ, എന്നാൽ പിശാച് നമ്മെ അതിന് അനുവദിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. യോജിപ്പോടുകൂടി ജീവിക്കുന്നത് പിശാചിനൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഭിന്നിപ്പിക്കുക എന്നതാണ് പിശാചിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യം. മാതാപിതാക്കൾ തമ്മിലും മക്കൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കുന്നത് പിശാചാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പിശാചിനെ ചെറുത്തു നിൽക്കുവാനുള്ള സുവിശേഷത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ക്രിസ്മസിലൂടെ കടന്നുപോയി നമ്മൾ വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കുന്ന നമുക്ക് പിശാചിനെ അകറ്റി നിർത്തിക്കൊണ്ട് നല്ല ഒരു ന്യൂ ഇയറിന് വേണ്ടി, പുതിയൊരു വർഷത്തിനു വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.